മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിച്ച് സന്നിധാനത്ത് ഇന്ന് മണ്ഡലപൂജ. രാവിലെ 10:30-നും 11:30-നും ഇടയിലാണ് മണ്ഡലപൂജ നടക്കുക. രാവിലെ പമ്പയിൽ തിരക്കു നിയന്ത്രണ വിധേയമാണ് എങ്കിലും ശബരിപീഠം മുതൽ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 9:45 വരെ മാത്രമേ നെയ്യഭിഷേകം ചെയ്യാൻ കഴിയൂ. ഇന്നലെ 18-ാം പടി കയറിയത് പോലീസിന്റെ കണക്കിൽ 75,103 പേരാണ്. CV അനുമോദ വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, ഇന്നലത്തെ കണക്ക് അല്പം കുറവാണ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം. കാരണം 95,000-ന് മുകളിൽ 1,00,000-ന് മുകളിലൊക്കെ ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മല കയറിയിരുന്നു. നിയന്ത്രണങ്ങൾ പോലീസ് കുറച്ചും കൂടി കർശനമാക്കിയതിന്റെ ഭാഗമാണോ? ഇന്ന് എന്ത് പ്രതീക്ഷിക്കണം? രഞ്ജിത്ത്, ഇന്നലെ 60,000 പേർക്ക് മാത്രമാണ് വിർച്വൽ ക്യൂ വഴി ദർശനത്തിന് ബുക്കിംഗ് അനുവദിച്ചിരുന്നത്. ആ 60,000-ന്റെ സ്ഥാനത്താണ് 75,000-ലധികം പേർ കയറിയെന്ന് പോലീസിന്റെ കണക്ക് പറയുന്നത്. ഇത് കഴിഞ്ഞ ദിവസം എത്താൻ കഴിയാത്തവർ കൂടി സന്നിധാനത്ത് എത്തിയതിനുള്ള തിരക്കാണ്. ഇന്നും സമാനമായൊരു തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അയ്യപ്പന്മാരുടെ വരി ശബരിപീഠം പിന്നിട്ട് അവിടെ മുതൽ പോലീസിന്റെ നിയന്ത്രണമാണ് അവിടെ താഴേക്ക് നീളുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നത്തെ പ്രധാനപ്പെട്ട പൂജ തന്നെയാണ്. രാവിലെ 10:30-നും 11:30-നും ഇവിടെയുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുക. മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള പ്രത്യേക ചടങ്ങാണ്. അപ്പോൾ ഇന്ന് 9:45 വരെ മാത്രമാണ് അയ്യപ്പന്മാർക്ക് അഭിഷേകം നടത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ 2 ദിവസമായിട്ട് സന്നിധാനത്ത് എത്താൻ കഴിയാതെ കോട്ടയം, പത്തനംതിട്ട ജില്ലയിലെ ഇടത്താവളങ്ങളിൽ കാത്തിരുന്ന അയ്യപ്പന്മാർക്ക് ഒരുപക്ഷെ ഇന്ന് 9:45 മുൻപ് ഇവിടെ എത്തിച്ചേരാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായിട്ട് ഇന്ന് വൈകുന്നേരം 11 മണിയോടെ നടയടയ്ക്കും. അപ്പോൾ ഇനി ഈ നേരത്തെ 2 ദിവസത്തെ തിരക്കിൽ ഇവിടെ എത്താൻ കഴിയാത്തവർക്ക് അതിനു മുൻപ് ഇവിടെ എത്തിച്ചേരുക എന്നത് വലിയൊരു ദൗത്യം, വലിയൊരു കഠിനമായ ഒരു പരീക്ഷണം തന്നെയായിരിക്കും. അത്തരത്തിൽ തിരക്കുണ്ട്. പമ്പയിൽ ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ പമ്പയിൽ നിന്ന് അയ്യപ്പന്മാരെ ഫ്രീ ഫ്ലോ ആയിട്ട് തന്നെ കയറ്റി വിടുന്നുണ്ട്. വലിയ തിരക്ക് പമ്പയിൽ അനുഭവപ്പെടുന്നില്ല. പക്ഷേ ശബരിപീഠം മുതൽ പോലീസിന് നിയന്ത്രണമുണ്ട്. അവിടെ നിന്ന് മരക്കൂട്ടത്തിൽ ക്യൂ കോംപ്ലക്സുകളിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട. പക്ഷേ വളരെ വേഗത്തിൽ ഇന്നിപ്പോൾ രാവിലെ 4,000-നും 5,000-നും ഇടയിൽ അയ്യപ്പന്മാരെ പോലീസ് 18-ാം പടി കയറ്റി വിടുന്നുണ്ട്. ഉള്ളതിൽ വളരെ വേഗത്തിൽ തന്നെയാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസത്തെ തിരക്ക് അത് എല്ലാ തരത്തിലും ബാധിച്ചിട്ടുണ്ട്. ഇനി മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥ അയ്യപ്പന്മാർക്ക് ഇപ്പോഴുമുണ്ട്. ഇന്ന് രാത്രി 11 മണിക്ക് മുമ്പായിട്ട് ഇവിടെ എത്തി ദർശനം നടത്തുക എന്നൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഈ വഴിയിലെല്ലാം കാത്തു നിൽക്കുന്ന അയ്യപ്പന്മാർക്ക് ഉണ്ടാവുകയുള്ളൂ. അതിനവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതുപോലെ തന്നെ ചടങ്ങുകളൊക്കെ ഇന്ന് രാവിലെ 10:30 ഈ മണ്ഡലപൂജ മാത്രമാണ് ഇന്നത് പ്രത്യേകത ഉള്ള ചടങ്ങ്. മറ്റെല്ലാം സാധാരണ പോലെ തന്നെയാണ് ഉള്ളത്. അത് 10:30-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരിക്കും നടക്കുക. വലിയ തിരക്ക് തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് അയ്യപ്പന്മാരുടെ പ്രതികരണം ശ്രമിച്ചു നോക്കാം. അവരെല്ലാം തിരക്കില്. സ്വാമി, എങ്ങനെ നടക്കും? ബാംഗ്ലൂരിൽ നിന്ന് சென்னை 16 hours 16 hours வெயிட் பண்ணிட்டு இருக்கோம். ஆமா, நேத்து 3 மணில இருந்து வெயிட் பண்ணிட்டு இருக்கோம். மத்தியானம் தண்ணி பிஸ்கெட் எல்லாம் கொடுத்தாங்க. எக்ஸ்பெக்டே பண்ணல நானு. ഇന്നലെ 6 മണിക്ക് വന്നു. വൈകുന്നേരം 6 മണിക്ക് നല്ല തിരക്കുണ്ട്. റെക്കോർഡാ. சென்னை வரத்துக்கு எனக்கு 8 மணிக்கு ஏற ஆரம்பிச்சேன். வந்துட்டேன். டைமிங் ரொம்ப கம்மியாக தான் இருந்தது எனக்கு என்ன பொறுத்த வரைக்கும். അനുമോദാണ്. അങ്ങനല്ല, പക്ഷെ ഇങ്ങനത്തെ ഒരു ക്രൗഡ് പമ്പയിലെത്താൻ കാത്തു നിൽക്കുന്നുണ്ട്. പമ്പയിലൊരു മണിക്കൂർ തീർച്ചയായും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു തിരക്ക് ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നതാണ്. എന്താണെങ്കിലും ഇന്ന് മണ്ഡല പൂജയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നെയ്യഭിഷേകത്തിനുള്ള ഒരു തിരക്ക് കൂടി ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ഈ ഒരു മണ്ഡല പൂജയുടെ വിശേഷങ്ങൾ വരും മണിക്കൂറുകളിലും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. രഞ്ജിത്ത്. അനുമോദ്, ഒപ്പം ഈ തീർത്ഥാടകരോട് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, ഒപ്പം ദേവസ്വം ബോർഡിൻ്റെയും നിർദ്ദേശമുണ്ട്. കാരണം ഈ ദർശനം നടത്തുന്നവർ വളരെ പെട്ടെന്ന് മലയിറങ്ങണം എന്നുള്ളത് അത് അനുസരിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ക്രമീകരണം ഏർപ്പെടുത്താത്തത് കൊണ്ടാണ് ഭക്തരുടെ വലിയ തിരക്ക് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഒരു അനുമാനം. അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ? അതിനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ അവിടെ?
രഞ്ജിത്ത്, ഇത് പ്രായോഗികമാണെന്ന് നമുക്ക് ഇവിടെ നിൽക്കുന്ന നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം ഇവിടെ എത്തുന്നവരൊക്കെ രാത്രി വളരെ വൈകി എത്തി, ഒരുപക്ഷെ നട അടച്ചതിന് ശേഷമാണ് 18-ാം പടി കയറുക. അവർക്ക് ദർശനത്തിന് പിന്നെയുള്ള സമയം ഇന്ന് രാവിലെ മാത്രമാണ്. സ്വാഭാവികമായിട്ടും അഭിഷേകത്തിനും ദർശനത്തിനും ഇത്രയും സമയം കാത്തു നിന്ന് വരി നിന്ന് ഇവിടെ എത്തി അവരത് ചെയ്യാതെ മടങ്ങുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാനാവില്ല. അതൊക്കെ കർശന നിർദ്ദേശങ്ങൾ നൽകിയാലും ഇത് ഓരോ അയ്യപ്പനും ഇവിടെ എത്തുന്ന ഓരോ തീർത്ഥാടകനും മനസ്സിൽ വിചാരിച്ച് ചെയ്യേണ്ട ഒരു കാര്യം. നമുക്ക് നിർബന്ധിച്ച് അവരെ പറഞ്ഞയക്കുവാൻ നിയമത്തിൽ എത്രമാത്രം സാധിക്കുമെന്ന് നമുക്ക് പറയാനാകില്ലല്ലോ. കാരണം ഇവിടെ എത്തുന്ന അയ്യപ്പന്മാർ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ ഒരു വർഷം തുടങ്ങുന്നത് തന്നെ അയ്യപ്പന് വേണ്ടിയുള്ള വഴിപാടുകളും മറ്റും നീക്കി വെച്ചുകൊണ്ടാണ്. അവർ ഓരോ വർഷവും ഈ മണ്ഡലമാസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് അല്പസമയം ഇവിടെ ചെലവഴിച്ച് മടങ്ങുക എന്നുള്ളത് അവരുടെ ഒരു ശീലമാണ്, അവരുടെ രീതിയാണ്. അതൊന്നും വളരെ വേഗത്തിൽ നമുക്ക് നിർബന്ധപൂർവ്വം മാറ്റിക്കാൻ കഴിയുന്നതല്ല പ്രായോഗികമായിട്ട്. അപ്പം നിലവിലെത്തുന്നവർ സാഹചര്യം മനസ്സിലാക്കിയിട്ട് പെരുമാറുക എന്നത് മാത്രമാണ് ഇതിൽ നമുക്ക് പറയാൻ കഴിയുക. എന്താണെങ്കിലും ഇന്നലെ രാത്രി എത്തിയവരൊക്കെ ഇന്നാണ് ദർശനം നടത്തുന്നത്. കാര്യം രാത്രി 11 മണിക്ക് ശേഷം നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ ദർശനം സാധ്യമല്ലല്ലോ. സ്വാഭാവികമായിട്ട് അവർ 18-ാം പടി കയറി വിശ്രമിച്ച് രാവിലെ വീണ്ടും സിവിൽ ദർശനത്തിന് വരും. അങ്ങനെയാണ് അവർ ഈ ദർശനത്തിലേക്ക് വരുന്നത്. പിന്നെ മാത്രമല്ല, ഇന്ന് പകല് ഈ 16 മണിക്കൂറും 18 മണിക്കൂറൊക്കെ വരുന്നവർ ഒരല്പം വിശ്രമിച്ച് ചിലപ്പോൾ മടങ്ങുകയുള്ളൂ. കാരണം ഫിസിക്കലി നമുക്കറിയാം ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ ഓരോ തരത്തിലായിരിക്കും. ക്ഷീണിതരായവർക്ക് വിശ്രമം വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നിയമങ്ങൾ പലതും പറയുമെങ്കിലും ശബരിമലയിൽ പ്രായോഗികമായിട്ട് എന്ത് നടപ്പാക്കാൻ കഴിയും, പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അയ്യപ്പന്മാർ മടങ്ങണമെന്ന് അവർ തന്നെ വിചാരിച്ചാൽ മാത്രമേ അവരെ മടക്കി അയക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രഞ്ജിത്ത്, അനുമോദാണ് സന്നിധാനത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.